സന്തോഷിന്റെ വയനാട്ടിൽ നിന്നും സന്തോഷ് വലിയൊരു മഹാദുരന്തത്തെ അതിജീവിച്ച ജനതയാണ്. അവർ ഇന്ന് പുനരധിവാസത്തിന്റെ പാതയിൽ കൂടിയാണ്. നോക്കൂ, ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുൻപ് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അവരെ ഒപ്പം നിർത്തുകയാണ് കേരള സർക്കാർ. തീർച്ചയായും രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അതിൻ്റെ ഒന്നാമത്തെ വാർഷിക ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഒരു വർഷം മുന്നിലുള്ള ആ ഒരു ദിവസത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അന്ന് കേരളം ലോക മലയാളികൾ ഒന്നടങ്കം ഞെട്ടി വിറങ്ങലിച്ച അല്ലെങ്കിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച ഒരു മഹാദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. 298 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ മഹാദുരന്തത്തിന് ഒരു വർഷം പിന്നിടുമ്പോൾ ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി നിതാന്ത ജാഗ്രതയിൽ തന്നെ സർക്കാർ ഈ ദുരന്തബാധിതർക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യം കണ്ട മാതൃകാ രക്ഷാദൗത്യമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൗത്യം എന്ന് പറയുന്നത്. 29-ാം തീയതി ഏതാണ്ട് 11:40 കൂടിയാണ് മുണ്ടക്കൈയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. പിന്നീട് തുടർ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു. കനത്ത മഴ ഈ ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയെ തുടർന്നാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും വലിയ ഉരുൾപൊട്ടങ്ങൾ 2 ഉരുൾപൊട്ടലുകൾ തുടർച്ചയായി വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും പുന്നപ്പുഴയിലൂടെ മണ്ണും കല്ലും എല്ലാം തന്നെ ഒഴുകി വന്ന് ബെയിലി പാലത്തെ തകർത്തുകൊണ്ടൊരു മഹാദുരന്തമായി അത് മാറിയത്. പുലർച്ചെ മുതൽക്ക് തന്നെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ആദ്യ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പിന്നീട് എല്ലാ സംവിധാനങ്ങളും കേരളം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് വേണ്ട മേൽനോട്ടം നൽകിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ വളരെ ദുർഘടമായ പാതകളിലൂടെ, പ്രത്യേകിച്ചും ആ ദിവസം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായും ഞാനത് ഓർക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത വിധം അതിദുർഘടമായ സ്ഥലങ്ങളും റോഡുകളും മണ്ണിടിച്ചിൽ മൂലം റോഡുകൾ എല്ലാം തന്നെ ഒലിച്ചുപോയ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യം എന്ന് പറയുന്നത് അതീവ ദുർഘടമായ അല്ലെങ്കിൽ സാധ്യമല്ലാത്ത വിധമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് സന്നദ്ധ പ്രവർത്തകർ, നേരത്തെ ഈ ജോഷിലയുടെ സ്റ്റോറിയിൽ സംസാരിച്ച നേതാക്കൾ, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങുകയായിരുന്നു. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പാലം ഒലിച്ചുപോയി. ഈ വലിയ ദുരന്തത്തിൽ പാലം പൂർണ്ണമായും ഒലിച്ചുപോയതോടുകൂടി അതിനപ്പുറത്തേക്ക് കടന്ന് മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാതെ, പുന്നപ്പുഴ മറികടക്കാൻ കഴിയാതെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ആദ്യം ഉടലെടുത്തിരുന്നത്. അന്ന് ഈ JCBക്ക് മുകളിലൂടെ കയറുകൾ കെട്ടി പരമാവധി ആളുകൾ അപ്പുറത്തേക്ക് എത്തുകയും പരിക്കേറ്റവരെ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാകുന്ന ബെയിലി പാലം, ഒരുപക്ഷെ നമ്മളെല്ലാം വാക്കുകളിൽ കേട്ട് പരിചയിച്ചതുപോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സൈന്യം ബെയിലി പാലം നിർമ്മിക്കുന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറുന്നത്. മണിക്കൂറുകൾ കൊണ്ട് ഈ ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തകർക്ക് ഈ പുന്നപ്പുഴ കടന്ന് അപ്പുറത്തേക്ക് മുണ്ടക്കൈയിലേക്കും ദുരന്തബാധിത മേഖലകളിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ എത്താൻ കഴിഞ്ഞപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് ലോകം അറിയുന്നത്. ഒരു പ്രദേശം മുഴുവനായും ഇല്ലാതായി പോയ അതിദാരുണമായ, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും വിധം ദാരുണമായ തരത്തിലുള്ള കാഴ്ചകളായിരുന്നു അന്ന് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായിരുന്നത്. ഒരു നാടൊട്ടുക്ക് ഒഴുകിപ്പോയി. എത്ര ആളുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു, എത്ര ആളുകൾ ഒഴുകിപ്പോയി, ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരു നാടിനെ മുഴുവൻ കൊണ്ടുപോയ ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തമെന്ന് പറയുന്നത്. പുഞ്ചിരിമട്ടത്ത് തുടങ്ങി താഴേക്ക് മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും അട്ടമലയിലേക്കും എല്ലാം തന്നെ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്തി.
പിന്നീട് അങ്ങോട്ട് രാജ്യം കണ്ടത് മാതൃക രക്ഷാദൗത്യം എന്ന് തന്നെ പറയാൻ കഴിയും. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സേനകൾ പോലീസും ഫയർഫോഴ്സും SDRFും NDRFും സൈന്യവും അർദ്ധ സൈനിക വിഭാഗങ്ങളും എല്ലാം തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒരുമിച്ച് യോജിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഒരു ഭാഗത്ത് സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ, ജനങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ യാതൊരു തരത്തിലുള്ള ആഹ്വാനവുമില്ലാതെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. പിന്നീട് കണ്ടത് ഈ പറയുന്ന കനത്ത മഴയിലും ചളിയും മഴയും എല്ലാം ഉള്ള ഒരു അന്തരീക്ഷത്തിൽ എല്ലാ ഈ സൗകര്യം, അതായത് ഭക്ഷണം പോലും ഇല്ലാതെ പലപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഈ ചളി കടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് ആളുകളെ തിരഞ്ഞുന്ന കാഴ്ചയാണ്. അങ്ങനെ പിന്നീട് ആദ്യ ദിവസങ്ങളിൽ നടന്നത് ഈ പ്രധാനപ്പെട്ട ഈ കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും എത്തിപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള, പരമാവധി ആളുകളെ കണ്ടെത്താനുള്ള തിരച്ചിലിനുള്ള ശ്രമമായിരുന്നു. അത് ദിവസങ്ങളോളം നീണ്ടു നിന്നു. പലരുടെയും ശരീരങ്ങൾ മുഴുവനായും ശരീരഭാഗങ്ങളും മാത്രം കിട്ടി. ഇപ്പോഴും ആളുകളെ കാണാതായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പരമാവധി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനും പിന്നീട് ഈ ശരീരഭാഗങ്ങളെല്ലാം കണ്ടെത്തി പുത്തുമലയിൽ അതിനുള്ള സംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. ആളുകൾ DNA പരിശോധന നടത്തി. അവിടെ പോലും ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ പുത്തുമലയിലാണ് അന്ന് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ സംസ്ഥാന സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ തന്നെ മുഴുവൻ ആളുകളെയും, ഈ ദുരന്തം ബാധിച്ച ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ള ഒന്നാമത്തെ ദൗത്യമായിരുന്നു ആദ്യം ഏറ്റെടുത്തത്. ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കി. ഒരു ഭാഗത്ത് ഈ പറയുന്ന രീതിയിലുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് അതേ സമയത്ത് തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇതിൻ്റെ ഈ പറയുന്ന തിരച്ചിലെല്ലാം പൂർത്തിയായി, തിരച്ചിൽ അവസാനിപ്പിച്ചും ഇതിനുശേഷം പിന്നീട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനായി സംസ്ഥാന സർക്കാർ ഈ ഒഴിഞ്ഞ വീടുകളും ക്വാർട്ടേഴ്സുകളും കെട്ടിടങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ ദുരന്തം ബാധിച്ചവരെ ആ വീടുകളിലേക്ക് മാറ്റി സന്തോഷമടക്കമുള്ള ആളുകൾ നമുക്കറിയാം നേരിട്ട് അവിടെ നിന്ന് ആ ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ സ്വാഭാവികമായും സന്തോഷടക്കം നേരിട്ട് കണ്ടതാണ് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.